ബോംബെ നഗരത്തിൻ്റെ അമ്പരച്ചുംബികളായ മണിമാളികകളുടെ മുകളിൽ കയറി നിന്ന് താഴോട്ടൊന്ന് നോക്കിയാൽ ഒരു വശത്ത് വിസ്താരമേറിയ സമുദ്രം, മറുവശത്തോ അമ്പരച്ചുംബികളായ മണിമാളികൾ. അവയെ ചുറ്റിപ്പറ്റി ഒരു നേരത്തെ ആഹാരത്തിന് നിർവാഹമില്ലാതെ വെറും പന്നക്കൂറ തുണിയുണ്ട് നഗ്നത മറച്ച് അതിൻ്റെ മേക്കൂരയും ചിലപ്പോൾ ഏതെങ്കിലും പനമ്പവെന്തെങ്കിലും ഇട്ട് ജീവിക്കുന്ന നിരവധി മനുഷ്യക്കോലങ്ങളുണ്ട് ബോംബെയിൽ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി സ്വന്തം ശരീരത്തിനെ പണയപ്പെടുത്തുന്ന സ്ത്രീത്വം ഇന്നും ബോംബെയുടെ മണ്ണിലും ഡൽഹിയിലും നിരന്തരമായി വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആരാണ് ഇവിടുത്തെ വലിയവൻ? ടാറ്റയുടെയും ബെർളയുടെയും ദാപ്പാറിൻ്റെയും സിംഗാലിൻ്റെയും മക്നലാലിൻ്റെയും ഗോവഞ്ചയുടെയും കുത്തമുതലാളിമാരുടെ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന ഇന്ത്യൻ ഭരണാധികാരികൾ ഒന്ന് തിരിച്ചു നോക്കണം. ബോംബെയുടെ തിരിഞ്ഞ അഴുക്കിച്ചാലുകൾ കൂടി ഇഴയുന്ന മനുഷ്യജീവനങ്ങളെ. അവർക്കും മനുഷ്യജീവനുണ്ട്. നിങ്ങളുടെ മാത്രമല്ല അമ്മ പ്രസവിക്കുന്ന ഈ ഭൂമിയിലുള്ള ഇഴജന്തുക്കളും മുഴുവനും ഗർഭം ധരിച്ച് പ്രസവിക്കുന്നവരാണ്. ഇവർ മനുഷ്യരില്ലയോ? അതോ ഇവരെ വെറും മൃഗങ്ങളായിട്ട് കാണും? ഇതാണോ ഇന്ത്യയുടെ പിന്നർക്കോടിൽ മഹാത്മാഗാന്ധിജി രചിച്ച് വച്ചിട്ടുള്ള സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം?